ഈ മദ്യപാനത്തിൻ്റെ കേസിൽ പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, മദ്യപാനികളെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ അനുഭവിക്കുന്ന അവരുടെ ഉറ്റവരാണ്, അവരുടെ ബന്ധുക്കളൊക്കെയാണ്. അപ്പോൾ ആ കേസിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? 3 രീതിയിൽ മദ്യപാനം ഒരാളെ എഫക്റ്റ് ചെയ്യും. ഒന്ന്, അയാളുടെ ഹെൽത്തിന്. 2, അയാളുടെ ചുറ്റുമുള്ള അയാളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി നമുക്കറിയാം, നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ഫാമിലി വയലൻസും മറ്റു കാര്യങ്ങളും എല്ലാം. 3, ഇയാൾ കാരണം മറ്റുള്ളവർക്കുണ്ടാകും. ഇപ്പോൾ ഇയാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ. ഫാമിലിയുടെ ഇഷ്യൂസ് നമ്മളിത് പലപ്പോഴും ഈ ഒരു ആംഗിളിലൂടെ മാത്രമേ കാണുള്ളൂ. ഇത്തരത്തിലുള്ള ഇഷ്യൂസിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമായ പല കാര്യങ്ങളും കരൾ രോഗികളിൽ നാം കാണാറുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രാൻസ്പ്ലാന്റേഷൻ പലപ്പോഴും നമുക്ക് ലൈവ് ഡോണർ അല്ലെങ്കിൽ ജീവനുള്ള ആളിൽ നിന്ന് മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാറുള്ളൂ. ഏകദേശം 80% ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡോണേഴ്സ് സ്ത്രീകളാണ്. പുരുഷൻ മദ്യപിക്കുന്നു, സ്ത്രീക്ക് കരളിന് കൊടുക്കേണ്ടി വരുന്നു. അതിനൊരു മേജർ കാരണം പുരുഷന്മാർ കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതല്ല. ഒരാൾ ലിവർ ഡോണർ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലിവർ ഡിസീസ് ഉണ്ടാവാതിരിക്കണം, അയാൾ മദ്യപിക്കാതിരിക്കണം, അയാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാതിരിക്കണം. പലപ്പോഴും ഡോണറായിട്ട് പറ്റുന്ന ഒരു സ്ത്രീ മാത്രമായിട്ട് വരുന്നൊരു സാഹചര്യം വരാറുണ്ട് 80%.